ധാരാളം പേർ എനിക്ക് കുറെ വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. അത് ഉത്തരം പറ. അത് മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ നാണം കൊണ്ട് മകിലിനെ നിനക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ നീ വള്ളി ഞാൻ പഠിക്കുന്നത്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. ഇവന്മാരെല്ലാം ഫീൽഡ് ഔട്ട് ആവും. ഇവന്മാരെല്ലാം പണ്ട് ഭയങ്കര സംഭവമായിരുന്നു. ശരി തന്നെയാണ്. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു ട്രെൻഡാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഹലോ മാരാരാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. ഇത് പേടിപ്പനിയാ. പേടിപ്പനിയോ? ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞത് നിന്നെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഈ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. എന്താടാ ആരെയും ഇപ്പൊ വിളിച്ചത്? വാപ്പയാന്ന് വിളിച്ചു, എന്നെയാന്ന് വിളിച്ചു? എന്ത് നീ ഇപ്പൊ എന്നോട് എന്തോ ചോദിക്കാനാ വിളിച്ചു? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇന്നലെ എന്തൊക്കെ കാണിച്ചാണ് 4 പേര് മുമ്പിൽ അറിഞ്ഞു വന്നു. അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ? ബിഗ് ബോസിൽ നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? മുതലും പലിശ ചേർത്ത് കിട്ടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മനസ്സിലാണ്. നീ എന്റെ പാസ് എടുത്തിടുന്നേ. നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നിന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് നിന്നെ പറയണ്ടത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് തരണമെന്ന് പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കടലിൽ കിടന്ന കോണാനെടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. വാപ്പ നിന്റെ നന്ദിനാന്ന് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ. ഇങ്ങനെയുണ്ട് ആണുങ്ങള്. ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തൊക്കെ വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എന്നെയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്.